രാവിലെ തന്നെ നിയമലംഘനം നടത്തിയിരിക്കുകയാണ് അനീഷ്. മുള്ളം പന്നി കണ്ണട വയ്ക്കുക, മുള്ളം പന്നി കണ്ണട വയ്ക്കുക എന്ന് അനീഷിനോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബീൻ ബാഗിലും സോഫയിലുമായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ. അതായത് ബിന്നിയും ആദിലയും നെവിനും രേണുസുതി ഉൾപ്പെടെയുള്ളവരാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അനീഷ് കിച്ചൺ ഏരിയയിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ കുക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് അനീഷ് കണ്ണട വെച്ചിട്ടില്ല. മിഡ് വീക്ക് എവിഷനിലുള്ള എല്ലാവരും തന്നെ ഒരു ഒറ്റ ഗ്ലാസ്സുള്ള ഒരു കണ്ണാടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അനീഷ് തലയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ബീൻ ബാഗിലൊക്കെ ഇരിക്കുന്നവരെല്ലാവരും പറയാണ് അനീഷേട്ടൻ കണ്ണട വെച്ചിട്ടില്ല. അപ്പോൾ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവരും അത് ഏറ്റുപിടിക്കുകയാണ്. അനീഷേട്ടൻ കണ്ണട വെച്ചിട്ടില്ല, മുള്ളം പന്നി കണ്ണട വെച്ചിട്ടില്ല, മുള്ളം പന്നി കണ്ണട വെച്ചിട്ടില്ല എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ഡയലോഗ് അടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി, അതുതന്നെയാണ് അനീഷിൻ്റെ അടുത്ത് ഇവരും ഇറക്കിയിരിക്കുന്നത്. മുള്ളം പന്നി കണ്ണട വെക്കുക, മുള്ളം പന്നി കണ്ണട വെക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയാണ് എനിക്ക് സൗകര്യമില്ല വെക്കാനെന്ന്. ആ കൂട്ടത്തിൽ തന്നെ അവരുടെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല, മറ്റുള്ളവരുടെ കാര്യം നോക്കിയിരിക്കുവാണ് എന്ന്. അനീഷ് ഇത്രയും നാൾ അവിടെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആരെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ അവിടെ നിയമലംഘനം നടത്തിയിട്ട് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നത്. മാത്രമല്ല ബിഗ് ബോസ് പറഞ്ഞൊരു റൂളാണ് കണ്ണട വെക്കുക എന്നുള്ളത്, അത് ചെയ്യാൻ സൗകര്യമില്ല എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ അനീഷിന് ചിലപ്പോൾ ഒരു വാണിങ്ങോ ലാലേട്ടൻ വരുമ്പോൾ ഒരു ഫയറിങ്ങോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അനീഷിനോട് അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.